My name is Parvati Baburaj and I'm one of the faculties at Xylem Learning. So today we are going to discuss phrasal verbs. Okay, so confusing phrasal verbs or a few phrasal verbs that usually fools everyone. Okay, so before going to learn these confusing phrasal verbs, first we should know what is a phrasal verb, right? Yes. അപ്പോൾ നമുക്ക് phrasal verb എന്താണ് എന്ന് നോക്കാം ആദ്യം. So most എന്താണ് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ phrasal verbs എന്താണെന്ന് അറിയാമായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് phrasal verb ആദ്യം എന്താണെന്ന് നോക്കാം. Okay? Yes. So phrasal verb is a combination of a verb and a preposition or adverb that gives a different meaning than that of the root words. Phrasal verbs എന്ന് പറഞ്ഞാൽ എന്താണ്? It is actually a combination of a verb and a preposition or a verb and an adverb. അങ്ങനത്തെ ഒരു combination of words നാണ് നമ്മൾ phrasal verbs എന്ന് പറയുന്നത്. Which actually shows the meaning which is quite different from that of the root verbs. അപ്പം ശരിക്കുള്ള root word ആയിട്ടുള്ള verbന്റെ meaning ആയിരിക്കില്ല phrasal verb ആയി കഴിയുമ്പോൾ. അതായത് ആ verb ഒരു preposition അല്ലെങ്കിൽ adverbന്റെ കൂടെ join ആയി കഴിഞ്ഞ് ഉണ്ടാവുന്ന പുതിയ phrasal verbന് a root verb in the meaning ആയിരിക്കണം എന്നില്ല. Sometimes it might be similar in meaning, പക്ഷേ usually different in meaning. So അങ്ങനത്തെ ഒരു group of words നെയാണ് അല്ലെങ്കിൽ group of verb combination നെയാണ് നമ്മൾ phrasal verbs എന്ന് പറയുന്നത്. A few examples of phrasal verbs you can see here: turn down, take off, pick up, bring up, break down. All these words, common words that we use അല്ലേ, നമ്മൾ day to day life യൂസ് ചെയ്യുന്ന words ആണ്. But you might not know this is a phrasal verb എന്ന പേരിൽ നിങ്ങൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ phrasal verbs എന്ന് പറയുന്ന സാധനങ്ങൾ. You can see turn down എന്ന് പറയുമ്പോൾ it is a combination of a verb and a preposition അല്ലേ. Turn is a verb and down is a preposition. Take offിലും take is a verb, off is a preposition. Pick upിലും pick is a verb, up is a preposition. അങ്ങനെ ഒരു verb and preposition combination. ഇത് verb and adverb combination ആയിട്ടും വരാറുണ്ട്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് phrasal verbs എന്നല്ലേ. ഇപ്പം പറഞ്ഞ പോലെ most of the phrasal verbs serves a different meaning that of the root word. ഇപ്പം ഇതിനകത്തെ ചില വേർഡ്സിനൊക്കെ ഏകദേശം അതേ മീനിങ് ആണ്, കുറച്ച് പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്ന യൂഷ്വലി നമ്മൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന കുറച്ച് phrasal verbs ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വിച്ച് യു ഷുഡ് നോ വാട്ട് ഇസ് ദ റിയൽ മീനിങ്, അല്ലെങ്കിൽ ശരിക്കും അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, യെസ്. സോ മോസ്റ്റ് കൺഫ്യൂസിങ് phrasal verbs. First one, look after. Okay, so what is the meaning of the phrasal verb look after? You can see to take care of or be in charge of something. അതാണ് നമ്മൾ look after ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലേ. ഒന്നെങ്കിൽ നമുക്കൊരു കാര്യം ഇൻ ചാർജ് ആയിട്ടിരിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നതിനാണ് നമ്മൾ look after എന്ന് പറയുന്നത്. This is mostly or sometimes, at least sometimes, misused by people like this. A common mistake that we can see is I am looking after my phone. ഇങ്ങനെ പറയാറുണ്ട്. I am looking after my phone എന്ന് ചിലർ തെറ്റിച്ച് പറയാറുണ്ട്. Does that mean, അതായത് I am looking after my phone എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ I am in charge of my phone എന്നുള്ളൊരു മീനിങ്, അങ്ങനൊരു മീനിങ് ആണോ നമ്മൾ കൊടുക്കേണ്ടത് അവിടെ? അല്ല, ഞാൻ ഫോൺ നോക്കുകയാണ് അല്ലെങ്കിൽ ഫോൺ തപ്പുകയാണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ലുക്ക് ആഫ്റ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഐ എം ലുക്കിംഗ് ഫോർ മൈ ഫോൺ എന്നാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം ലുക്ക് ആഫ്റ്റർ ഇങ്ങനെ മിസ്യൂസ്ഡ് ആയിട്ട് വരാറുണ്ട് ഇതുപോലത്തെ ചില സിറ്റുവേഷൻസിൽ. അപ്പോൾ ലുക്ക് ആഫ്റ്റർ കറക്റ്റായിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? യു ക്യാൻ സീ സം കറക്റ്റ് യൂസേജ് സെൻറ്റൻസസ് ബിലോ. ഷീ ലുക്സ് ആഫ്റ്റർ ഹർ യങ്ങർ ബ്രദർ വൈൽ ദർ പേരൻസ് ആർ അറ്റ് വർക്ക്. ക്യാൻ യു ലുക്ക് ആഫ്റ്റർ മൈ ബാഗ് ഫോർ എ മൊമെൻറ്റ്? ദ നേഴ്സ് ഇസ് ലുക്കിംഗ് ആഫ്റ്റർ ദി പേഷ്യൻറ്റ്. സോ ഫസ്റ്റ് ആൻഡ് തേർഡ് സെൻറ്റൻസിൽ ടു ടേക്ക് കെയർ ഓഫ് എന്നുള്ള മീനിങ്ങും സെക്കൻഡിനകത്ത് ഇൻ ചാർജ് ഓഫ് എന്നുള്ള മീനിങ്ങുമാണ് ലുക്ക് ആഫ്റ്ററിന് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോമൺ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താതിരിക്കുക. ലുക്ക് ആഫ്റ്റർ ഏത് സിറ്റുവേഷനിലാണ്, എന്ത് മീനിങ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിനൊരു ലിറ്ററൽ മീനിങ് അല്ലല്ലേ ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക. അപ്പോൾ ലുക്ക് ആഫ്റ്റർ, നോക്കി, ആഫ്റ്റർ എന്നുള്ള മീനിങ് എന്താണ്? കഴിഞ്ഞ് അല്ലെങ്കിൽ പുറകെ എന്നുള്ള മീനിങ് ആണ്. ആ രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷൻ വരുന്ന മീനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ പുതിയൊരു മീനിങ് ആണ്. അപ്പം ഇങ്ങനത്തെ വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇങ്ങനത്തെ ഫ്രേസസിനെയാണ് നമ്മൾ phrasal verbs. ഇങ്ങനത്തെ ഫ്രേസ് വേർബായിട്ടുള്ള ഫ്രേസുകളാണ് phrasal verbs. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് വൺ phrasal verbs verb. Now the next one, pass out. Now this one is quietly നമ്മളുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന, നമ്മൾ തെറ്റായിട്ട് മീനിങ് കാണുന്ന
ഒരു വേർഡാണ്, ഒരു ഫ്രേസൽ വേർബാണ് പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് ആക്ച്വലി ദ മീനിങ് ഓഫ് പാസ് ഔട്ട്? യു ക്യാൻ സീ ടു ബിക്കം അൺകോൺഷ്യസ് or to give something to each person in a group. This is actually the meaning of pass out. Unconscious ആവുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും എന്തെങ്കിലും കാര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിനെയാണ് പാസ് ഔട്ട് എന്ന് പറയുന്നത്. ഡു വി യൂസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? നമ്മൾ അങ്ങനെയാണോ യൂഷ്വലി പറയാറ്? അല്ല അല്ലേ? വി ക്യാൻ സീ എ കോമൺ മിസ്റ്റേക്ക് ഹിയർ. ഐ പാസ്ഡ് ഔട്ട് മൈ എക്സാം ലാസ്റ്റ് വീക്ക്. നമ്മൾ യൂഷ്വലി പറയാറുള്ള ഒരു തെറ്റാണ് I passed out my exam last week. I passed my exam last week. നമ്മൾ പറയും I passed out my exam last week, which is a wrong usage. Okay. അപ്പോൾ ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കുക. And another wrong usage, I passed out my homework. അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് പകരം ഇത് നേറ്റീവ്സിൻ്റെ ഇടയിലും വരുന്ന ഒരു മിസ്റ്റേക്കാണ്. I passed out my homework എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ അങ്ങ് പാസ് ചെയ്തു എന്ന അർത്ഥത്തിന് യൂസ് ചെയ്യുന്നതാണ് I passed out my homework എന്നുള്ളത്. ഓക്കെ, സോ ബോത്ത് ദീസ് യൂസേജസ് ആർ ആക്ച്വലി റോങ്. പിന്നെ റൈറ്റ് ആയിട്ടുള്ള യൂസേജസ് എങ്ങനെയാണ്? യു ക്യാൻ സീ ഹി പാസ്ഡ് ഔട്ട് ഡ്യൂറിങ് ദ പരേഡ് ബിക്കോസ് ഓഫ് ദ ഹീറ്റ്. അൺകോൺഷ്യസ് ആയി എന്നുള്ള മീനിങ്ങിലാണ് ശരിക്കും പാസ് ഔട്ട് യൂസ് ചെയ്യേണ്ടത്. ദെൻ ദ ടീച്ചർ പാസ്ഡ് ഔട്ട് ദ നോട്ട് ബുക്സ്. അവിടെ അൺകോൺഷ്യസ് ആണോ മീനിങ്? അല്ല, ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ദ ടീച്ചർ പാസ്ഡ് ഔട്ട് ദി നോട്ട് ബുക്സ്. ഓക്കെ, ഇനി വൺ മോർ തിങ് ദാറ്റ് യു ഷുഡ് നോ ഇസ് actually in Britain and Indian context or British or Indian context we use pass out to show എന്താണ് ഗ്രാജുവേറ്റ് ആയി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അക്കാഡമിയിൽ നിന്നൊക്കെ പാസ്സായി എന്ന് പറയാൻ വേണ്ടി നമ്മൾ പാസ് ഔട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അത് കറക്റ്റ് യൂസേജ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി കോണ്ടെക്സ്റ്റിലൊക്കെയാണ് നമ്മളത് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. എന്തോ മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ടായി എന്നുള്ള മീനിങ്ങിലൊക്കെ. ശരിക്കും നമ്മളത് ഗ്രാജുവേഷനും നമ്മൾ ഇൻഫോർമൽ ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ സോഴ്സസ് ഓർ കേംബ്രിഡ്ജ് അങ്ങനത്തെ ഒഫീഷ്യൽ ഇതിലൊക്കെ ഡിക്ഷണറീസിലൊക്കെ പാസ് ഔട്ടിന് അങ്ങനെ ഒരു മീനിങ് ഇല്ല. സോ ഇൻഫോർമലി നമ്മൾ ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് കോണ്ടെക്സ്റ്റിൽ അത് എന്താണ് ഒരു അക്കാഡമി അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി എന്നുള്ള രീതിയിൽ നമ്മളത് യൂസ് ചെയ്യും. എഗെയിൻ അത് മിലിറ്ററി കോണ്ടെക്സ്റ്റിലാണ് കൂടുതലായിട്ടും ശരിയായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഒരു ഇൻഫോർമൽ യൂസേജ് ഉണ്ട്, ദാറ്റ് വി ഷുഡ് നോ. ബട്ട് ദ റിയൽ മീനിങ് ഇസ് ദിസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പാസ് ഔട്ടിൻ്റെ മീനിങ് ശരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് യെസ്, സോ അനദർ ഫ്രേസൽ വേർബ് നൗ. ഇനി നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മീനിങ് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഫ്രേസൽ വേർബ്, ക്രാക്ക് ഡൗൺ ഓൺ. സോ ലിറ്ററൽ മീനിങ് വിചാരിക്കുമ്പം നമ്മൾ ഓർക്കും ക്രാക്ക്, ടു ക്രാക്ക് സംതിങ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? Actually, the meaning is dealing with bad or illegal behavior in a more severe manner. So you might not know this. അപ്പോൾ നിങ്ങളിത് അർത്ഥം അറിയത്തില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ എന്താണ് ബാഡ് ഓർ ഇല്ലീഗൽ ബിഹേവിയർ കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ അതിനെ ഡീൽ ചെയ്യുന്നതിനാണ് നമ്മൾ ക്രാക്ക് ഡൗൺ ഓൺ എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ എ ഫ്യൂ സെൻറ്റൻസസ് വിത്ത് ക്രാക്ക് ഡൗൺ ഓൺ. ദ ടീച്ചർ ക്രാക്ഡ് ഡൗൺ ഓൺ the students during the exam. The government is cracking down on corruption. So what does this mean? ഒരു സിവിയർ ആയിട്ടുള്ള രീതിയിൽ ഈ ഇല്ലീഗൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ബിഹേവിയറിനെ ഡീൽ ചെയ്യുന്നതാണ് ക്രാക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഹോപ്പ് യു ഗോട്ട് ദ മീനിങ്. നൗ വി ക്യാൻ സീ അനദർ ഫ്രേസൽ വേർബ് which again has a different, altogether a different meaning than what you can see from the literal meaning. Come around എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കം അറൗണ്ട്, സംതിങ് റിലേറ്റഡ് ടു കം ഓർ അറൗണ്ട്. നോട്ട് റിയലി. സോ വാട്ട് ഇസ് ദ മീനിങ്? ടു ചേഞ്ച് യുവർ ഒപ്പീനിയൻ ഓഫ് സംതിങ്. ദാറ്റ് ഇസ് വൺ മീനിങ്. അനദർ മീനിങ് ഇസ് ടു ബിക്കം കോൺഷ്യസ് അഗെയിൻ ആഫ്റ്റർ ആൻ ആക്സിഡൻറ്റ് ഓർ മെഡിക്കൽ ഓപ്പറേഷൻ. ഇതിനെയാണ് നമ്മൾ കം അറൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ കം അറൗണ്ട് ഇസ് നോട്ട് ഷീ കെയിം അറൗണ്ട് ഫ്രം ഹോം. ദാറ്റ് ഇസ് എ റോങ് യൂസേജ്. അങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്. അവിടെ വീട്ടിൽ നിന്ന് വന്നു അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിന് നമുക്ക് ഷീ കെയിം അറൗണ്ട് ഫ്രം ഹോം എന്ന് യൂസ് ചെയ്താൽ ഇറ്റ് ഇസ് എ റോങ് യൂസേജ്. ഓക്കെ, അതല്ല കം അറൗണ്ടിൻ്റെ അർത്ഥം. സോ കം അറൗണ്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ രണ്ട് മീനിങ്ങിലുമാണ്. ഷീ ഫെയിൻറ്റഡ് ബട്ട് ഷീ കെയിം അറൗണ്ട് ക്വിക്ക്ലി. കോൺഷ്യസ് ആയി പെട്ടെന്ന് കോൺഷ്യസ്നെസ് റീഗെയിൻ ചെയ്തു എന്ന് പറയാൻ യു ക്യാൻ യൂസ് ഷീ ഫെയിൻറ്റഡ് ബട്ട് ഷീ കെയിം അറൗണ്ട് ക്വിക്ക്ലി. ആൻഡ് അതർ യൂസേജ് ഇസ് he didn't support the plan at first, but he came around after hearing the benefits. So first plan support ചെയ്തില്ല, but again later he changed the opinion എന്നുള്ള മീനിങ്ങിലാണ് നമ്മളിവിടെ came around യൂസ് ചെയ്യുന്നത്. Okay, so I hope you got the meaning of this phrasal verb,
came around or come around. നമ്മൾ tense അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. Now, one more phrasal verb. This one, come down with. Again, does it have anything to do with coming or coming down? No. Actually, the meaning is to start to suffer from an illness. Completely different meaning, അല്ലേ? ഒരു രീതിയിലും ഒരു സാമ്യം അല്ലാത്ത ഒരു മീനിങ് ആണ്. ഇതാണ് ഇതിൻ്റെ റിയൽ മീനിങ്. അപ്പം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ദിസ് ഈസ് ആക്ച്വലി റോങ്. ഹി കെയിം ഡൗൺ വിത്ത് ദ സ്റ്റെയേഴ്സ് ആൻഡ് ഹേർട്ട് ഹിസ് ലെഗ്. അതായത് താഴോട്ട് ഇറങ്ങി വന്നു എന്നുള്ള മീനിങ്ങിൽ യൂസ് ചെയ്യുന്നത് തെറ്റാണ്. ഇൻസ്റ്റെഡ് യു ഷുഡ് യൂസ് ഐ തിങ്ക് ഐ എം കമ്മിങ് ഡൗൺ വിത്ത് എ കോൾഡ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസേജസിൽ ഇനി കൊണ്ടുവരാൻ പറ്റും. സോ നമുക്കൊരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു അസുഖം വരികയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ലൈക്ക് ദിസ്, ഐ തിങ്ക് ഐ എം കമ്മിങ് ഡൗൺ വിത്ത് എ കോൾഡ്. എനിക്ക് കോൾഡ് വരികയാണെന്ന് തോന്നുന്നു എന്ന് നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ? സോ യെസ്, ടുഡേ വി ലേൺഡ് 5 phrasal verbs which is either confusing അല്ലെങ്കിൽ നമ്മൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചില phrasal verbsഉം അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മീനിങ് തരുന്ന 2-3 phrasal verbsഉം നമ്മളിന്ന് കണ്ടു. സോ യു ക്യാൻ എന്താണ് കീപ്പ് ഇൻ മൈൻഡ് ദീസ്, യു ക്യാൻ യൂസ് ദീസ് ഇൻ യുവർ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ആൻഡ് യെസ്, അപ്പം കുറച്ച് പുതിയ phrasal verbs പഠിച്ചല്ലോ, അതിൻ്റെ റിയൽ മീനിങ് മനസ്സിലാക്കിയല്ലോ. യെസ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ ഇങ്ങനത്തെ ക്ലാസ്സസ് കിട്ടാൻ വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാം. ആൻഡ് പ്ലസ് ഇങ്ങനത്തെ ഗ്രാമർ ക്ലാസ്സസ് ഇൻ പേഴ്സൺ ആയിട്ട് കിട്ടണമെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആസ് വെൽ. സോ ദ ബാച്ച് ഈസ് ഓൺ ഗോയിങ്, ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എനി ടൈം ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഹാവ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ക്ലാസ്സസ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഗ്രാമർ മാത്രമല്ല, നമ്മൾ 4 സ്കിൽസ്, ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് എല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ്, ഡെയിലി സ്പോക്കൺ ഇംഗ്ലീഷിനുള്ള എല്ലാം ഉൾപ്പെടുത്തുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ്. സോ യു ക്യാൻ ജോയിൻ ദാറ്റ് ഫോർ മോർ സച്ച് ഇൻ പേഴ്സൺ ക്ലാസ്സസ്. So keep watching. Idana for today. So learn these phrasal verbs and use in your writing and speaking. Okay? Bye. Thank you.